ദേവിക, എന്തെങ്കിലും മാറി നിൽക്കുന്നേ? ഒന്നുമില്ല മാഡം. വഴിപാടിനുള്ള ചീട്ടെടുത്തു. എന്നാ നമുക്ക് തൊഴാൻ പോവാം. മാഡം. ദേവിക, നിന്നോട് എനിക്കുള്ള നന്ദിയും സ്നേഹവും തീർത്താ തീരാത്തതാ. ഞാൻ ദൈവത്തോട് ഋഷിക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും കൂടി വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാ ഇന്ന് വന്നത്. എത്രയോ നാളുകൾക്ക് ശേഷാ ഋഷി ഇന്ന് അമ്പലത്തിലേക്ക് വന്നേ. അതും നടന്ന്. അവനത് സാധിച്ചത് നീ ഒരൊറ്റൊരാള് കാരണ. സന്തോഷം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിച്ച് പറയുവാന്ന് തോന്നരുത്. ഈശ്വരൻ കൊണ്ടു തന്നതാ എനിക്ക് നിന്നെ. നീയാ എനിക്ക് എന്റെ മകനെ തിരിച്ചു തന്നത്. മാഡം, എന്നാ ഞാനൊരു കാര്യം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ? നീ എന്നോട് മുമ്പ് ചോദിക്കുമായിരുന്നു ഋഷിയുടെ കാര്യം ഹസ്ബൻഡിനെ അറിയിച്ചോട്ടെ എന്ന്. പറയാൻ പാടില്ലെന്ന് ഞാൻ താലി തൊട്ട് സത്യം ചെയ്യിപ്പിച്ചു. പക്ഷെ ദേവിക, ഇനി നീ ഒന്നും മറച്ചു വെക്കണ്ട. എല്ലാം നീ അറിയിച്ചോളൂ. സത്യമാണോ മാഡം പറയുന്നേ? അതെ ദേവിക, നിന്നെ ഞാൻ തടയാൻ പാടില്ലായിരുന്നു. എന്റെ മകന്റെ ദുരവസ്ഥ ആരും അറിയാൻ പാടില്ല എന്നുള്ളൊരു വാശിയായിരുന്നു എനിക്ക്. ഇതുവരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഇപ്പൊ മനസ്സ് തെളിഞ്ഞു തുടങ്ങി. മാഡം, എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. വാസ്തവത്തിൽ ഇന്നിവിടെ തൊഴുത ശേഷം മാഡത്തിനോട് അനുവാദം ചോദിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരുന്നതാ. വല്ലാത്ത അതിശയായിപ്പോയി. അങ്ങനെയാണോ? അതെ മാഡം. അപ്പോ അതിനർത്ഥം നമ്മൾ ചിന്തിക്കുന്നത് ഒരേ രീതിയിലാണെന്നാ. നമ്മുടെ മനസ്സ് ഒന്നാന്നാ. എന്നാ വാ, നമുക്ക് ഋഷിയും കൂട്ടി തൊഴാൻ പോവാം. വാ ദേവിക. ഋഷി, നമുക്ക് തൊഴാൻ പോവാം. വാ. നടക്ക്. സൂക്ഷിച്ച്. എന്താടാ? നന്ദ, എന്താ മോനെ? എന്താടാ? എന്താ നിന്റെ മുഖമല്ലാതിരിക്കുന്നേ? അവളെന്നെ ചതിച്ചമ്മേ. എന്താ? ആര് ചതിച്ചു എന്നാടാ? അവള് ദേവി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.